രാജ്യത്തിന് പുറത്തും സംസ്ഥാനത്തിനകത്തും പലയിടങ്ങളിൽ നിന്നായി ഈ കൂട്ടായ്മയിൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നവരുമായ എല്ലാ വിശുദ്ധന്മാരെയും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങി ഏതാണ്ട് ഇന്നലെ വരെ ഞാൻ വല്ലാത്ത ക്ഷീണത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല. കഫക്കെട്ട് കണ്ടാനും ബുദ്ധിമുട്ടായി. എനിക്കൊന്ന് ഇടയ്ക്കൊരു ബുധനാഴ്ച ഒരു മീറ്റിങ്ങിന് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ലൈവ്. ആ ലൈവ് ചെയ്യാൻ പറ്റാതെ അത് മാറ്റിവെച്ചു. ശനിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നലെ എന്തായാലും ദൈവകൃപയാൽ എനിക്ക് ആ മീറ്റിങ്ങിൽ സംസാരിക്കാൻ ദൈവകൃപ ചെയ്തു. ഞാൻ സാജൻ പാസ്റ്ററോട് പറഞ്ഞ് ഈ ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ മുഴുവൻ ചുമതലയും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എങ്കിലും ദൈവം എനിക്ക് അല്പം ആരോഗ്യം നൽകിയതുകൊണ്ട് ഞാൻ അല്പം ചില കാര്യങ്ങൾ ദൈവവചനത്തോടനുബന്ധിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഞാൻ മുൻപ് ചുമതലപ്പെടുത്തിയതുപോലെ ശേഷം മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെയും കർത്താവിൻ്റെ ദാസന് കൈമാറാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കേണ്ടതിന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. മതി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടേണ്ട സമയം വന്നപ്പോൾ അതിന് മുന്നോടിയായുള്ള ആ പെസഹ തിരുനാളിൽ യഹൂദന്മാരുടെ പെസഹ ഓർമ്മ ആചരിക്കേണ്ടതിന് കർത്താവ് ഒരുക്കപ്പെട്ട സ്ഥലത്ത് തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കേണ്ടതിന് ഒരുമിച്ച് കൂടിയ സമയത്ത് കർത്താവ് അവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവർക്കൊരു മാതൃക കൊടുത്തിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും അന്യോന്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ലോകത്തിൽ അനവധി പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, അനവധി മതങ്ങളുണ്ട്, ലോകത്തിൽ അനവധി സമുദായങ്ങളുണ്ട്. ഇവർക്കെല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ നമുക്കതിനെ ഒരു ശരിയായ പദം പറയണത് ക്രിസ്തീയത എന്ന് നമുക്ക് പറയേണ്ടി വരും. ലോകത്തെ ഏറ്റവും അധികം മനുഷ്യൻ തെറ്റായി ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്. ലോകത്തിലെ ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ, മൊത്തത്തിൽ പൊതുവായി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെയാണ്. അതിൽ പ്രബലമായ സമുദായമായ കത്തോലിക്ക മുതൽ ഓർത്തഡോക്സ്, യാക്കോബ, CSI, മാർത്തോമ, CNI, CMS തുടങ്ങി പിന്നീട് പെൻഡക്കോസ്റ്റൽ ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് ഇങ്ങനെ തുടങ്ങി ഉള്ള എല്ലാ വിഭാഗങ്ങളെയും പൊതുവിൽ ജനം അറിയുന്നത് ക്രിസ്ത്യൻ എന്നാണ്, അല്ലേ? എന്നാൽ ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല, ആണോ? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറയും, ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും അന്യോന്യം ചെയ്യണം. അതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യമാണ്. നമുക്കൊന്ന് വായിക്കാം ആർക്കെങ്കിലും. മത്തായി 5:44. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്. നമുക്കറിയാം ആരാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇവിടെ പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ ദൈവം സംസാരിക്കുകയാണ്, നമുക്കെല്ലാവർക്കും ഒരു പിതാവ് എത്രയുള്ളത്, ഒരു ദൈവം തന്നെ എത്രയും നമ്മയെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ ആദാം എന്ന ഒരു മനുഷ്യനിൽ നിന്നും ലോകത്തിലെ സകല ജനതകളും ഉളവായി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ലോകത്തിൽ ഒരു മനുഷ്യൻ മുഖാന്തരം ദൈവം ഈ ലോകത്തിലുള്ള സകല ജാതികളെ ഉളവാക്കി. അപ്പോൾ ഇന്ന് ലോകത്തിൽ മതവിശ്വാസികളായോ അല്ലെങ്കിൽ സമുദായ വിശ്വാസികളായോ ആയിരിക്കുന്ന എല്ലാവരുടെയും പിതാവ് ഒരു ദൈവമാണ്, സ്വർഗസ്ഥനായ പിതാവ്. പ്രൈസ് ദി ലോർഡ്.
അവരുടെ എല്ലാവരുടെയും ദൈവവും ഒരു ദൈവമാണ്. എന്നാൽ ജനങ്ങൾ ദൈവത്തെ അറിയാത്തത് കൊണ്ട് ജനങ്ങൾ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ എന്ന് പറയുമ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ റീസെൻ്റ്ലി വയസ്സുകാലത്ത് പ്രായം കഴിച്ച ഒരു വലിയ താടിക്കാരനോട് ഒരു സംസാരിക്കുമ്പോൾ ചോദിക്കണം, എന്താണ് മതം? മതത്തെ സംബന്ധിച്ച് അയാളുടെ കാഴ്ചപ്പാടാണ് അത് ഏറ്റവും കറക്റ്റായിട്ടൊരു കാര്യം. മതം എന്ന് വെച്ചാൽ അഭിപ്രായം എന്ന്, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഐഡിയ, നമ്മുടെ ആശയമാണ് മതം. ആശയത്തിൽ ആരൊക്കെ ഒന്നിക്കുന്നോ മതം ഈക്വൽ ടു സമ്മതം എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നവരെല്ലാം ആ ആശയത്തെ സമ്മതിക്കുന്നവർ ഒരു മതം എന്ന ആശയത്തിൻ്റെ കുടക്കീഴിലേക്ക് വരും. അപ്പോൾ എന്താണ് മതത്തെയും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ വേർതിരിക്കുന്നത്? എന്താണ് പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമെങ്കിൽ എന്താണ് ഒരു മതവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ഒന്നാമതായി, മതത്തിന് ഒരു നിയമമുണ്ട്. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. മതത്തിന് അതിൻ്റെതായ ആചാര്യന്മാരുണ്ട്, മത നേതാക്കളുണ്ട്. അത് നമ്മൾ പറയും ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് അത് മതമുണ്ട്, സമുദായമുണ്ട്. അത്തരം പ്രബല സമുദായങ്ങൾക്കെല്ലാം അവരുടെ ആത്മീയ പരമാധ്യക്ഷനായ ഒരു വ്യക്തി ഉണ്ടാവും. അത് യാക്കോബക്കാർക്കും ഉണ്ടാകും, ഓർത്തഡോക്സുകാർക്കും ഉണ്ടാകും, കത്തോലിക്കർക്കുണ്ടാകും, മാർത്തോമക്കാർക്ക് അവരുടെ പരമാധ്യക്ഷനുണ്ട്. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ ഒരു മാനുഷിക പരമാധ്യക്ഷൻ ഉണ്ടോ? ഇല്ല. നമുക്ക് ആർക്കും അങ്ങനെ ഒരു മത നേതാവില്ല. മതങ്ങൾക്ക് മതങ്ങളുടെ ചിഹ്നമുണ്ടാകും. അല്ലെങ്കിൽ ശൂലമായിക്കോട്ടെ, അല്ലെങ്കിൽ സ്വാസ്തികന്റെ ചിഹ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ കുരിശായിക്കോട്ടെ. ഇങ്ങനെയുള്ള എല്ലാ മതങ്ങൾക്കും ആ മതങ്ങളെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ചന്ദ്രക്കലയായിക്കോട്ടെ മതങ്ങളെ വ്യാഖ്യാനിക്കാൻ മതങ്ങൾ ചിഹ്നങ്ങൾ കണ്ടാൽ മതം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ മതത്തിന് വിശുദ്ധമായ സ്ഥലങ്ങളുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഭൂമിയാണ് ഏത്? യെരുശലേം. ഇസ്ലാമിനെ സംബന്ധിച്ച് അവരുടെ പുണ്യഭൂമിയാണ് മക്ക. ഹിന്ദുക്കളെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യയിലാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായിട്ടുള്ളത്. അവിടെ അവർക്ക് ആലടിയ, ബദ്രിനാഥ്, കാശിനാഥ്, അതുപോലെ പിന്നെ അങ്ങനെയുള്ള കേദാർനാഥ് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ അവർക്കുണ്ട്. ഗംഗ തുടങ്ങിയ പുണ്യ നദികൾ അവർക്കുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ക്രിസ്ത്യാനിറ്റിയെ മതവൽക്കരിച്ചപ്പോൾ AD 325 ക്രിസ്ത്യാനിറ്റി റോമിൽ നൈസിയൻ കൗൺസിൽ വെച്ച് ഒരു മതമാക്കി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കപ്പെട്ടപ്പോൾ അതൊരു മതസംഘടനയായപ്പോൾ ആ സംഘടനയുടെ കുടക്കീഴിൽ അതേ വിശ്വാസ പ്രമാണം പിടിച്ചുകൊണ്ടുവരുന്നവരെല്ലാം വിവിധ സമുദായങ്ങൾ ആയിത്തീർന്ന് ക്രിസ്ത്യാനിറ്റി ഒരു മതമെന്ന ലോകത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ ക്രിസ്ത്യാനിറ്റി മതമല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത മാർഗമാണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ലോകത്തിലെ ഒരു മതവും ഒരു മതാചാര്യനും പഠിപ്പിച്ചിട്ടില്ല നിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ. ആരെങ്കിലും ഉണ്ടോ? ഇന്ന് മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ പറയും ഞങ്ങളുടെ മതത്തിൽ ശത്രുവിനെ കൊല്ലാൻ പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തു പറയുന്നു നിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരായി തീരും? You have to become the sons of your heavenly father. നിന്റെ സ്വർഗീയ പിതാവിന്റെ മകനായി തീരാൻ കഴിയുന്ന വെച്ചാൽ you can go back to your original father. നിന്റെ മത നേതാക്കന്മാരായ മതം പഠിപ്പിച്ച നിന്റെ പിതാക്കന്മാരല്ല, നീ യഥാർത്ഥമായും നിന്റെ യഥാർത്ഥ സത്യ ദൈവമാകുന്ന നിന്റെ പിതാവിലേക്ക് ചെല്ലും. അപ്പോൾ അവൻ ആ റിയൽ സോഴ്സുമായിട്ട് സ്വർഗവുമായിട്ട് കണക്ട് ആക്കപ്പെടുമ്പോൾ അവൻ ഒരു മാർഗത്തിന്റെ ഭാഗമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു പഠിപ്പിച്ച കൽപ്പനകൾ പ്രമാണിക്കാൻ നമ്മൾ തയ്യാറാവണം. യേശുവിന്റെ കൽപ്പന ഭാരമുള്ളതല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. യേശു എടുത്താ പോകാത്ത ചുമട് നമുക്ക് നൽകിയില്ല. യേശു പറഞ്ഞു എന്റെ നുകം വഹിക്കാൻ ലഘുവാണെന്നാ പറഞ്ഞ, ഭാരമില്ലാത്തതാണ്. ഹല്ലേലൂയ. ആ യേശു നമ്മളോട് പറയുകയാണ് നിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ. ഹല്ലേലൂയ. അവന് അപ്പോസ്തലനായ പത്രോസ്, പൗലോസ്, നമുക്ക് വായിക്കാം റോമാലേഖനം അതിന്റെ 12:20 ആണെന്ന് തോന്നുന്നു. നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കോരിയിടും. ഇവിടെ പറയാണ്, പോൾ ഇതിനെ ഒരു കമാൻഡ്മെന്റ് രൂപത്തിലാണ് പറയുന്നത്. കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്.
അല്ല, ഇറ്റ് വാസ് എ കമാൻഡ്മെന്റ്. ആരോടാ പറയുന്നത്? റോമിലെ ക്രിസ്ത്യാനികളോട്. ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുകയും പാപങ്ങൾ മോചിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്ത് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വന്ന് ആരാധിക്കുന്ന വിശുദ്ധ സഭയോട് പൗലോസ് പറയുകയാണ്, എന്ത് ചെയ്യണം? നിന്റെ ശത്രുവിനെ വിശക്കുമ്പോൾ നീ ആഹാരം കൊടുക്കണം. എന്ന് വെച്ചാൽ നിന്നോട് പിണങ്ങിയിരിക്കുന്നവനാണോ, നിന്നോട് കലഹിച്ചിരിക്കുന്നവനാണോ, അതിന് കാരണം എന്തു തന്നെയായാലും അവൻ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. നീ അവൻ ആദ്യം ഭക്ഷണം കൊണ്ട് കൊടുക്കണം. ഹല്ലേലൂയ. അവന് ദാഹമുണ്ടെങ്കിൽ നീ അവന് വെള്ളം കുടിക്കാൻ കൊടുക്കണം. ഇത് നീ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെട്ടിട്ടും ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടും തോറും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി എന്ന മാർഗം ലോകത്തിൽ വളരുന്നത്? 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇത് പീഡിപ്പിക്കും തോറും സ്നേഹിക്കുന്നതാണ്. ഇത് പീഡിപ്പിക്കുമ്പോൾ അവരെ തിരിച്ച് ആയുധമെടുക്കാതെ അവരെ തിരിച്ചു തല്ലാത്ത വിശ്വാസ പ്രമാണമാണ്. രണ്ടാമതായി ഇതിൻ്റെ വിശ്വാസ പ്രമാണം എന്നുള്ളത് ദൈവവചനത്താൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന യഥാർത്ഥ ക്രിസ്തീയ സമൂഹം ലോകത്തിൽ വളരുന്നത് ആയുധം നമുക്കറിയാം. ഇന്ന് ലോകത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മതം എനിക്ക് പേടിയില്ല. ഇന്ന് ആ മതം വളർന്നു വരുന്ന വാളുകൊണ്ടാണ്. എന്താ പറയുക, ഇസ്ലാം ഈസ് എ റിലീജിയൻ ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. അവരുടെ സൗദി അറേബ്യയുടെ പതാകയുടെ താഴെ നെടുനീളത്തിൽ വാൾ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാൾ കൊണ്ട് മതം സ്ഥാപിച്ച്, വാൾ കൊണ്ട് മതം വളരുമ്പോൾ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തോന്നുന്നു. 2 പേര് കണ്ടു പ്രകാശൻ. ഒരു മനുഷ്യന്റെ കാല് 2 പേര് 2 ആംഗിളിൽ ഓരോ കാല് വലിച്ചു കീറുക. ഒരു മനുഷ്യനെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലാം. എന്നാൽ എതിർ ദിശകളിലേക്ക് കാല് 2 വലിച്ചു കീറിയെടുക്കുക. ഭീകരമാണ്, കാണാൻ പറ്റില്ല. ഞാൻ അയ്യോ എന്ന് വെച്ച് കേട്ട് ഇവർ ഓടി വന്നു എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഓർത്തുകൊണ്ട്. ഇത്തരത്തിൽ ഉപദ്രവിക്കും തോറും അവിടെ പ്രതികരിക്കുന്നില്ലവർ. ഈ വലിയ വേദന വാളുകൊണ്ട് വെട്ടുമ്പോൾ ഒരു വെട്ട് പൂർണ്ണമായി ഏകദേശം തലമുറഞ്ഞ ആ വേദന അപ്പത്തിന് നിൽക്കും. അല്ല തന്നെ അത്രയും വലിയ പെയിനിൽ നമ്മുടെ ബോഡി, നമ്മുടെ തലച്ചോറ് ഒരു എൻസൈം പുറപ്പെടുവിക്കുന്ന നമ്മുടെ ബോധം കെടുത്തി കളയും. ഇതെന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞു, നൈജീരിയയിൽ ക്രിസ്ത്യാനികളുടെ ശവം അടക്കി അയാൾ മടുത്തു. ദിനം തോറും കൊല്ലപ്പെടുകയാണ്. ലക്ഷങ്ങളിൽ, ആയിരങ്ങളിൽ, ലക്ഷങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഈ ചോര വീഴും തോറും ഈ വിശ്വാസ പ്രമാണം വളരുന്നത്. ഇന്ന് ക്രിസ്ത്യാനിറ്റി വളരുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം പ്രസംഗിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ വിശുദ്ധ സഭ ഹൈജാക്ക് ചെയ്യപ്പെട്ട് അത് മതമാക്കപ്പെട്ടപ്പോൾ അവരെ സുവിശേഷം പറയാറില്ല. ഏതെങ്കിലും പട്ടത്ത സഭകൾ സുവിശേഷം പറഞ്ഞ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവരകത്ത് വരുന്നവരോട് കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറയും. ധൂർത്തപുത്രൻ്റെ ഉപമ പറയും, നല്ലയിടയുടെ ഉപമ പറയും, ലാസറിൻ്റെ ഉപമ പറയും, മാർത്തയുടെ ഉപമ പറയും. ഇത് ആ കമ്മ്യൂണിറ്റിക്കകത്തല്ലാതെ പുറത്തിറങ്ങി സുവിശേഷം പറയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ സുവിശേഷം പറയുക എന്നുള്ളതാണ് ആ ക്രിസ്തുവിൻ്റെ മാർഗത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നതിനിടയിൽ നീ പീഡിപ്പിക്കപ്പെട്ടാൽ, ഉപദ്രവിക്കപ്പെട്ടാൽ അവനോട് തിരിച്ചു പ്രതികരിക്കരുത്. ബ്രദർ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയണം. ഹല്ലേലൂയ. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുകയും അവന് വിശക്കുന്നുണ്ടെങ്കിൽ ആഹാരം കൊടുക്കുകയും അവനെ നീ കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ പറയുകയാണ്, അവൻ്റെ തലയിൽ നീ എന്ത് ചെയ്യും? തീ അടുപ്പ് കത്തിക്കാൻ നേരത്ത് നമ്മളൊരു സ്ഥലത്ത് കല്ല് വെച്ച് തീ കൂട്ടിക്കഴിഞ്ഞാൽ ആ താഴെയുള്ള മണ്ണ് വെന്തു പോകും. ഇത് ഈ മനുഷ്യൻ്റെ ഹൃദയം വേവിച്ച് കളയും. ഇതെന്തൊരു മാർഗമാണ്, ഇതെന്തൊരു മനുഷ്യനാണ്. ഇയാളെ ഞാൻ ഉപദ്രവിക്കുന്നതോറും ഇയാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഈ ക്രിസ്ത്യാനിറ്റിക്ക് നമുക്കറിയാം മതചിഹ്നങ്ങളില്ല. ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഉപദേശമേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ ഉപദേശമാണ്. ഒരു അടിസ്ഥാന പ്രമാണ ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകമാണ്. മറ്റ് പുസ്തകങ്ങൾ നമുക്കില്ല. എന്നാൽ ക്രിസ്തീയ സമൂഹങ്ങളിൽ അവർക്ക് രാവിലെ പ്രാർത്ഥനയ്ക്ക് വേറെ പുസ്തകമുണ്ട്, സായാഹ്ന പ്രാർത്ഥനയ്ക്ക് വേറെ പുസ്തകമുണ്ട്, ചൈൽഡ് പ്രതിഷ്ഠയ്ക്ക്, ചൈൽഡ് ഡെഡിക്കേഷൻ അവർക്ക് വേറെ പുസ്തകമുണ്ട്, മരണത്തിന് വേറെ പുസ്തകമുണ്ട്, ഓരോരോ കാര്യങ്ങൾക്ക് വേറെ പുസ്തകങ്ങളുണ്ട്. ഓരോ മധ്യസ്ഥരോട് പ്രാർത്ഥിക്കണം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. അത് മതങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് ദൈവം, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പ്രബല സമുദായങ്ങൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലേക്ക് വരുമ്പോൾ അവർക്ക് ദൈവത്തെ 3 കഷണമാക്കിയിട്ടുണ്ട്. ആരുടെ ദൈവം? ഇസ്രായേലിൻ്റെ ദൈവമായി ഇസ്രായേൽ ജനം വിശ്വസിക്കുന്ന ഏക ദൈവം
പറയാണ്, ഞാൻ ഏകനാണ്, ഞാൻ അല്ലാതെ മറ്റൊരുത്തനുമില്ല, എനിക്ക് മുമ്പൊരു ദൈവം ഉണ്ടായിട്ടില്ല. യെശയ്യാ 40:10-11. എനിക്ക് ശേഷം ഒരു ദൈവം ഉണ്ടാകയില്ല, ഞാൻ തന്നെ യഹോവ. ദൈവം പറയാണ്, ഞാൻ മാത്രം, ഐ അലോൺ ഈസ് ഗോഡ്, മറ്റൊരുത്തനുമില്ല, നോ വൺ എൽസ് എന്ന് പറഞ്ഞിട്ട് ആ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ജഡത്തിൽ മനുഷ്യനെ വീണ്ടെടുക്കാൻ വന്നപ്പോൾ ആ യേശു ക്രിസ്തുവിനെ രണ്ടാമതാക്കി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നൊരു ആത്മാവിനെ മൂന്നാമതാക്കിയ തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങൾക്കും മതസംഘടനകൾക്കും മതസമുദായങ്ങൾക്കും ഉള്ളപ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും യേശു കർത്താവ് കാണിച്ചു തന്നതുമായ ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു എന്ന് ഈ വേദപുസ്തകം പറയുമ്പോൾ, ഈ പുസ്തകം എന്നൊരു പ്രമാണമല്ലാതെ ഈ നൈസിയൻ ക്രീഡ് എന്ന് പറയുന്ന വിശ്വാസ പ്രമാണം പഠിപ്പിക്കുകയും ചെയ്യുന്ന മത സാമുദായിക സമ്പ്രദായങ്ങളിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന മാതൃക നിങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒരു വിശ്വാസ പ്രമാണം മറ്റുള്ളവർക്കുള്ളതുപോലെ ഒരു വിശ്വാസധാരയല്ല, മറിച്ച് ക്രിസ്ത്യാനിറ്റി ഒരു മാർഗമാണ്. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല. നമുക്ക് എവിടെയും പ്രത്യേകമായ സ്ഥലങ്ങളില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് ആ സ്ഥലത്ത് അവിടെ ദൈവം ഉണ്ടെന്ന് പോയി ദൈവത്തെ ആരാധിക്കുന്നതല്ല ദൈവം. നമ്മുടെ ദൈവം എവിടെയാണ്? 2 പേർ എവിടെ, എന്താണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, എനിവേർ ഇൻ ദ വേൾഡ്, 2 people can unite in the name of Lord. ദൈവത്തിന്റെ നാമത്തിൽ കൂടി വരാൻ സാധിക്കുമെങ്കിൽ അവിടെ ദൈവം വരാമെന്നാ പറഞ്ഞേക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ പുണ്യസ്ഥലങ്ങളിലേക്ക്, മലകളിലേക്ക് എങ്ങും പോകേണ്ടതില്ല. അതുകൊണ്ടാണ് മതങ്ങൾക്ക് ഇത്തരം പ്രദേശങ്ങളും ഇത്തരം പുണ്യസ്ഥലങ്ങളും എല്ലാം ഉള്ളത്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഒരു സ്ഥലത്തെ പുണ്യമാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പകലിൽ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ഞാൻ സമയങ്ങൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, 15 മിനിറ്റ് താഴെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ന് ഈ ഒരു സത്യം അറിയാതെ എല്ലാ സമുദായങ്ങളും തമ്മിൽ പോരടിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പോരടിക്കേണ്ടി വരുന്നത്? കാരണം ഇതെൻ്റെ മതം, നിന്റെ ദൈവം വേറെ, എൻ്റെ ദൈവം വേറെ. വാസ്തവത്തിൽ ഇവരുടെ എല്ലാം ദൈവമായി ഒരു ദൈവമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ സത്യം അറിയാതെ ബുദ്ധിമാന്മാരാണ്, PhD ഡോക്ടറേറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, ആരളിയ ഉന്നത കൊലജാതന്മാരായിരിക്കാം, മത നേതാക്കന്മാരുടെ ഭവനത്തിലുണ്ടായിരിക്കാം, മത പുരോഹിതന്മാരുണ്ടായിരിക്കാം. എന്നാൽ ആരളിയ ബുദ്ധി തെളിഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യനും സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ ഒരു ദൈവമേ ഉള്ളെന്നും ആ ദൈവം എല്ലാവർക്കും ദൈവവും പിതാവാകുന്നുവെന്നും വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരവും യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുഖാന്തരവും അറിയിച്ചിട്ടും അരുളി ചെയ്തിട്ടും ഇന്നും ജനം ഇരുട്ടിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും നമ്മുടെ സമസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും ഞങ്ങൾക്കും ദൈവം ഒന്നേയുള്ളൂ. സൃഷ്ടി സംബന്ധിച്ച് യേശുവിൻ്റെ രക്തത്താൽ നാം എല്ലാവരും സഹോദരന്മാരാണ്. നമ്മൾ മതസംഘടനകളുടെ ബ്ലോക്കുകളിൽ തിരിഞ്ഞു നിൽക്കേണ്ടവരല്ല, നമ്മൾ സമുദായങ്ങളിൽ തിരിഞ്ഞു നിൽക്കേണ്ടവരല്ല. നമ്മളെല്ലാവരും പുറത്തു വന്ന് ഒരു ജാതിയായി, ഒരു സമൂഹമായി, ഒരു വിശുദ്ധ ജാതിയായി, ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതവർഗമായി ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഘോരഘോരം ഈ സത്യത്തിന് വേണ്ടി പോരാടുന്നതും സംസാരിക്കുന്നതും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് യേശു കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടാവാം, നമ്മുടെ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടായിരിക്കാം. എങ്ങനെയായാലും നമ്മൾ മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കാണാതെ പോകയില്ല. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ദൈവം പറയുന്നത്, നമ്മുടെ എലിജിബിലിറ്റി എന്തായി തീരുവാൻ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരാനുള്ള ഏറ്റവും വലിയ എലിജിബിലിറ്റി എന്താണ്? ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ഉപദ്രവിക്കുകയാണോ ആരെങ്കിലും, അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ വെച്ച് തന്നോട് ഈ പാതകമെല്ലാം ചെയ്ത യഹൂദരോട്, തന്നെ ആ ജാതീയ എന്താ പറയുക, പീലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുപോയി ജാതീയനായ പീലാത്തോസ് എന്ന് പറയുന്ന ഗവർണറുടെ വിധി തനിക്ക് വിരോധമായിട്ടും അവൻ വായ് ഉരിയാടാതെ, വായ് തുറക്കാതെ നിന്നു എന്ന് പറയുന്നത്.
എന്നാൽ പിന്നീട് അപ്പോസ്തലനായ പൗലോസും ഇതുപോലെ വിചാരണ ചെയ്യപ്പെട്ടപ്പോഴൊക്കെയും ഹല്ലേലൂയ അവൻ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തലന്മാരും നമ്മുടെ കർത്താവ് കാണിച്ചത് മാതൃക ഹല്ലേലൂയ നമ്മളോട് പ്രതികരിക്കുന്നവരോട് തിരിച്ചു പ്രതികരിക്കുവാനല്ല, സ്നേഹിക്കുവാനാണ്. ഈ മാർഗം ഇത് വേറൊരു മാർഗമാണ്. അതുകൊണ്ടാണ് ഈ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളും അന്യോന്യം ഏക ശരീരസ്ഥരായ ഏക ആത്മീയ ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ വിശുദ്ധ ശരീരത്തിലെ അവയവങ്ങളായ സഹോദരി സഹോദരന്മാരുമാണ്. അതുകൊണ്ട് ഈ വിശ്വാസ പ്രമാണം ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉളവാക്കപ്പെട്ട സ്നേഹത്തിൻ്റെ കൽപ്പനയാൽ തിരുവെഴുത്തുകൾ എന്ന ഏക പുസ്തകത്താൽ, സ്നേഹത്തിൻ്റെ പുസ്തകത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതുമായ ഈ വിശ്വാസ പ്രമാണത്തിന് മാത്രമേ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വിശ്വാസ പ്രമാണം അകത്തു നിന്ന് പുറമേ പണിയുന്ന പണിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാവുന്ന മതങ്ങളെല്ലാം മതചിഹ്നങ്ങൾ ഓരോരുത്തരുടെ കൈകളിലുണ്ടാകും. ഇവിടെ മുതൽ ഇവിടെ വരെ പലതരത്തിലുള്ള നൂലുകളും ചരടുകളും പല കെട്ടുകളും കണ്ടിട്ടുണ്ടാവാം. പല കൊന്തയും രുദ്രാക്ഷവും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മതത്തിൻ്റെതായ അടയാളങ്ങൾ നെറ്റിയിൽ കറുത്ത പാടുകളായിട്ട് കാണാൻ കഴിയുമായിരിക്കാം. എന്നാൽ ക്രിസ്ത്യാനിറ്റി പുറമേയുള്ള അടയാളങ്ങളാൽ ഹല്ലേലൂയ സമ്പന്നമല്ല. ക്രിസ്ത്യാനിറ്റി അകത്തു നിന്നും പുറമേക്ക് പ്രവഹിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, കരുതലിൻ്റെ, സംരക്ഷണത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പ്രതീകമാണ്. അത് അകത്തെ മനുഷ്യനെ നവീകരിക്കുകയും പുറത്തെ മനുഷ്യനെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന വിശ്വാസ പ്രമാണമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി മതമല്ല, ക്രിസ്ത്യാനിറ്റി മാർഗമാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അനുഗാമികളായി ഏക സത്യദൈവ വിശ്വാസികളായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അകത്തു നിന്നൊരു തിര തള്ളി വരുന്നത്. നമ്മൾ ബലഹീനരെങ്കിലും ശബ്ദിക്കാൻ സംസാര ശക്തിയില്ലെങ്കിലും നമ്മളെ സംസാരിപ്പിക്കുന്ന ആ തേജസ്, ആ ഊർജത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്ന ഏക ദൈവത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈ ആത്മശക്തിയാണ് എന്നെയും നിങ്ങളെയും ഇന്ന് ഈ പകലിൽ ആരോഗ്യവും ബലമുള്ളവരാക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ സ്നേഹിക്കുക എന്നൊരു കൽപ്പനയല്ലാതെ നമുക്ക് മറ്റൊരു പ്രമാണവുമില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ എല്ലാ ന്യായപ്രമാണവും ഒത്തുവരുന്നത് കർത്താവ് പറഞ്ഞു. എല്ലാ പ്രമാണങ്ങളും അതിൽ വന്ന് സന്നിവേശിക്കപ്പെടും. അവയെല്ലാം ഒന്നായി തീരും മറ്റുള്ളവനെ സ്നേഹിക്കുമ്പോൾ. അപ്പോൾ സ്നേഹമെന്ന ഒരേ ഒരു കൽപ്പനയാൽ ബന്ധിക്കപ്പെട്ട ഈ വിശുദ്ധ മാർഗത്തിലേക്ക് ഇന്ന് അറിയാതെ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഈ മാർഗത്തെ കൊന്നുമുടിക്കുവാനും നശിപ്പിക്കുവാനും പരിശ്രമിക്കുന്ന ആളുകൾ ലോകത്തിൽ അനവധിയാണ്. നമ്മളിത് സംസാരിക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു 100 പേരുടെ തല ഛേദിക്കുന്നുണ്ട് ഈ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തുകൊണ്ട് അങ്ങനെ കൊല്ലുന്നില്ലെങ്കിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യനെ മറ്റൊരു മതസ്ഥനെ കൊല്ലുമ്പോൾ അവരുടെ ദൈവത്തിന് പ്രസാദം തോന്നുന്നു എന്ന് തോന്നുന്ന ഒരു സമയം യേശു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമെന്ന്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഐ ആം ലൂസിഫർ. ഒരു ചെറുത്താൻ്റെ പടമാണ്. ഞാൻ ലൂസിഫറാണ്. ആൻഡ് ബില്യൺസ് കോൾ മീ സാറ്റൻ. എന്നെ ലക്ഷക്കണക്കിന് ആളുകൾ സാറ്റാൻ എന്ന് വിളിക്കുന്നു. ആൻഡ് മുസ്ലിംസ് കോൾ മീ അള്ളാഹ്. എന്നെ മുസ്ലിംസ് അള്ളാഹ് എന്ന് വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് സത്യമാണ്. ഈ സത്യം തിരസ്കരിച്ച് തമസ്കരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാൻ ആളുകൾക്ക് ധൈര്യക്കുറവുണ്ടാവാം. എന്നാൽ നമുക്കൊരായുസേ ഉള്ളൂ, ഒരു ജീവനെ നമുക്കുള്ളൂ. ഭയം കൂടാതെ യേശുവിൻ്റെ സാക്ഷിയാവാൻ സമയമായിരിക്കുന്നു. കാരണം നമ്മുടെ കർത്താവ് വരുന്ന സമയം വളരെ ഇമിനൻ്റായി കഴിഞ്ഞു. ഏറ്റവും വേഗത്തിൽ കർത്താവ് വരും. ഇന്ന് ലോകത്തിലെ എല്ലാ വ്യവസ്ഥിതികളും ഇത്തരത്തിൽ ഒരു വലിയ കയോസിലേക്ക്, വലിയൊരു ജീർണതയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞു. അവൻ്റെ വരവിൻ്റെ നാളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും. വിശ്വാസം ജീർണിക്കുകയും ശോഷിക്കുകയും മതം എന്നുള്ളത് കേവലം അവർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പുറമോടിയായി സൂക്ഷിക്കുവാൻ പള്ളിയിൽ പോകുന്നവനെന്നും അവരെ മൃതസംസ്കാരത്തിനും കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനും അവരുടെ പ്രതിഷ്ഠയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് നിൽക്കണമെങ്കിൽ ഇത്തരം വേഷഭൂഷാദികൾ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാത്രം അധപ്പതിച്ചിരിക്കുന്ന മറുഭാഗത്ത് എല്ലാ തരത്തിലുള്ള ഫിൽത്തിനെസ്സും അശുദ്ധിയും പാപവും എല്ലാ ലൈംഗിക ജീർണതയും ആവാസവും കൊള്ളയും കൊലയും പിടിച്ചവരെയും വ്യഭിചാരവും ഗവൺമെന്റ് ഓർഗനൈസ്ഡ് ലൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ആലോചിക്കണം. ഈ പുസ്തകം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാകും സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, അതുകൊണ്ട് അവൻ്റെ വരവ് ഏറ്റവും അടുത്തതുകൊണ്ട് തലകളെ ഉയർത്തി നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തുറന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസന് സമയങ്ങൾ വേർതിരിച്ചു കൊടുക്കുന്നു. കർത്താവ് തൻ്റെ ദാസനെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രവിച്ചവരായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ശബ്ദം
ഈ പരിസരങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. ഞാനിവിടെ എങ്ങനെ പ്രസംഗിക്കുന്ന ആളാണെന്ന് ആളുകൾക്കറിയാം, കേട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദപരിധിയിൽ ആരെങ്കിലും നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, വിശുദ്ധരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് വീണ്ടും സഹായിച്ചു. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര നല്ലവനാണ് നമ്മുടെ ദൈവം. കഴിഞ്ഞ ആഴ്ചയിൽ സൺഡേ മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ഡ്യൂട്ടിക്ക് കടന്നുപോയി. വണ്ടി യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് ദൈവം എന്നെ ഒഴിവാക്കി. കാരണം അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായെങ്കിൽ ഇന്ന് ഇവിടെ കാണാൻ പറ്റത്തില്ല. അത്രമാത്രം വലിയ ഒരു ആക്സിഡൻ്റ് ആയനെ. പക്ഷേ ദൈവം കാത്തു പരിപാലിച്ചു. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുവാൻ ദൈവം കൃപ തന്നു. ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എത്രമാത്രം കർത്താവ് നമ്മളെ കരുതുന്നു, എത്രമാത്രം നമ്മളെ ബലപ്പെടുത്തുന്നു, എത്രമാത്രം നമ്മളെ സംരക്ഷിക്കുന്നു. ആ കർത്താവ് എത്രമാത്രം നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മൾ പാടുമ്പോൾ, നമ്മൾ ഓരോ ദൈവം ചെയ്യുന്ന നന്മകളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, അത് മനസ്സ് കൊണ്ട് ചിന്തിക്കുമ്പോൾ അത് അനുഗ്രഹപൂർണമായി മാറും. ഒരു പാട്ടിൻ്റെ ചരണം നമുക്കൊന്ന് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഓൺലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും നമ്മൾ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് പാടി മഹത്വപ്പെടുത്താം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസ്സും ഇത് പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. പാപിയാമെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്നെ, പാപിയാമെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ.
ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസും ഇത് പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താം. ഈ മീറ്റിംഗ് ഇന്ന് വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു വരേണ്ടതിന് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കപ്പെടേണ്ടതിന് നമുക്ക് ഏൽപ്പിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, അങ്ങയുടെ ആത്മാവ് നിറവിൽ തന്നെ ആയിരിക്കാൻ, നിറവിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവെ കൃപ നൽകണമേ. കേൾക്കുന്നവരുടെ ഹൃദയത്തെ തുറന്ന് ജീവനിലേക്ക്, ദൈവവചനത്തെ അത് ജീവനിലേക്ക് വെളിപ്പെടുവാൻ കർത്താവെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സത്യത്തെ കർത്താവെ അറിയുന്ന അറിവ് പ്രാപിക്കത്തക്ക രീതിയിൽ കർത്താവെ ഈ ദേശത്ത് ഒരു കൂട്ടം ജനത്തെ നേടിയെടുക്കേണ്ടതിന് അങ്ങ് കൃപകൾ പകർന്ന് അനുഗ്രഹിക്കുമാറാവണമേ. സകല നന്മകളെ നൽകും. ഇന്നെടുക്കുന്ന വചനങ്ങൾ ഓരോന്നും കർത്താവെ അത് ജീവനുള്ളതായി മാറട്ടെ, അത് ജീവൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടപ്പ. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. സകല നന്മകളെ നൽകും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യാശുവ മിശിഹ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. ഞാനും വളരെ സന്തോഷത്തിലാണ്. കാരണം ദൈവസന്നിധി നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കൃപ നൽകി. നമുക്കിന്ന് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 10 തൊട്ട് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മേയ്മേൽ നിന്ന് റൂമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. നല്ല ഒരു തിരുവചന വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിശക്തനായ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദാസനായ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വാഴ്ക്കയിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അവൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവനുണ്ടായ അനുഭവത്തെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുവാൻ പോകുന്നത്. നമ്മളും കർത്താവിൻ്റെ വേലയിലാണ്. നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്കും എല്ലാവർക്കും അത് പ്രയോജനപ്പെടുവാൻ ഇത് കാരണമായി മാറും ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശൗല്. പക്ഷേ ദൈവത്തെ അറിയുവാൻ ദൈവം അവനെ പിടിച്ചു. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അവനെ വേർതിരിക്കുവാനിടയായി. ശക്തമായി അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ പൗലോസ് പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഒരു വിശ്വാസി അല്ലെങ്കിൽ ശിഷ്യന്മാരെ എന്ന് പറയുമ്പോൾ അവരും ക്രിസ്ത്യാനിയായി, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ അവരും ക്രിസ്ത്യാനിയായി ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് പൗലോസ് കണ്ടത്. അപ്പോൾ പൗലോസ് കാണുമ്പോൾ അവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ്. അവരെ കണ്ടിട്ട് അവർ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഇനി അവർക്കറിയത്തില്ല. അവിടെ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഞാൻ അതുണ്ടെന്ന് ഇനി
എനിക്കറിയത്തില്ല. അവിടെ പൗലോസ് വ്യക്തമാക്കി കൊടുക്കുന്നു, വലിയൊരു മെസ്സേജ് അവിടെ കൊടുക്കുന്നു. കാരണം അവിടെ സുവിശേഷം വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നു. പൗലോസിന് സുവിശേഷം എന്ന് ആ ഒരു തീവ്രമായ ഒരു ആഗ്രഹമാണ് പൗലോസിന് ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോരുത്തരുടെ മനസ്സാണ് കേട്ടോ. ആ മനസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി അതൊരു വെറി എന്ന് പറയല്ലേ, വെറി പിടിച്ച എങ്ങനെ സുവിശേഷം പറയാനുള്ള ഒരു മനോഭാവം, മനസ്സ്. ഹല്ലേലൂയ. എന്നെ ദൈവം രക്ഷിച്ചെങ്കിൽ മറ്റുള്ളവരെ അതുപോലെ രക്ഷിക്കണമെന്ന ചിന്ത അത് അവൻ്റെ മനസ്സിലോ. അതോ ദൈവവചനം പറയുന്നു ക്രിസ്തു യേശുവിലുള്ള മനോഭാവം നിങ്ങളിലും ഉണ്ടാവണം. ക്രിസ്തു യേശുവിന് എന്താണ് മനോഭാവം? പ്രൈസ് ദി ലോർഡ്. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം, എല്ലാ മനുഷ്യരും സത്യത്തെ അറിയുന്ന ആ അറിവ് പ്രാപിക്കണം. അതാണ് ക്രിസ്തു യേശുവിനെ കൊണ്ട് ഉള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷിക്കപ്പെടണം, നിത്യതയിലേക്ക് പോകണം, നരകത്തിൽ പോണ്ട എന്നുള്ള ചിന്തയാണ് ആർക്ക്? യേശുവിനുള്ളത്. പക്ഷേ നമ്മളൊക്കെ അങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ അങ്ങനെ രക്ഷയിലേക്ക് കൊണ്ടുവരണം, അവർ സ്വർഗത്തിൽ പോകണം എന്നുള്ള മനസ്സ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിജയിച്ചു, പ്രവർത്തനം ശക്തമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തർ ബിസിനസ് ചെയ്യുന്നു, ചിലവർ രക്ഷപ്പെടുന്നു, ചിലവർ അതിൽ ഫെയിലായി പോകുന്നു. കാരണം എന്തെന്നറിയോ? ബിസിനസ്സിന് വേണ്ടി അങ്ങ് നിൽക്കുന്നവർ മാത്രമേ അതിൽ രക്ഷപ്പെടൂ. ഒരു ജോലിയിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ യഥാർത്ഥമായി രക്ഷപ്പെടും. ഇവിടെ പറയുന്നത് ക്രിസ്തു യേശുവിലുള്ള മനോഭാവം നമ്മളിൽ വെളിപ്പെടണം. അത് എങ്ങനെ വെളിപ്പെടും? ആ മനോഭാവമാണ് പൗലോസിൻ്റെ ഹൃദയത്തിൽ അത് വെളിപ്പെട്ടത്. ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവരോടെ ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയായി അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഇനി കേട്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങളെ സ്നാനം ഏത്? പ്രൈസ് ദി ലോർഡ്. ഈ നിങ്ങളെ സ്നാനം ഏത്? അവിടെ വ്യക്തമായി ചോദിച്ചു, നിങ്ങളെ സ്നാനപ്പെടുത്തിയത് എങ്ങനെയാ, സ്നാനം എങ്ങനെയെന്ന് ചോദിക്കുവാനിടയായി. അപ്പോൾ അങ്ങനെ അവിടെ ചോദിക്കുവാനിടയായി. അങ്ങനെ അവർ പറഞ്ഞു, അത് യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനമാണ്. യോഹന്നാൻ്റെ സ്നാനം ദൈവത്താൽ അംഗീകരിച്ചതും ദൈവം അനുവദിച്ചതുമാണ് സ്നാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് തെറ്റാണ് എന്ന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്താൽ അവിടെ സംഭവിച്ചതും യേശു കർത്താവ് സ്നാനപ്പെടുവാൻ കടന്നുപോയതും അവിടെ സ്നാനപ്പെട്ട് കരകയറിയപ്പോൾ സ്വർഗം തുറന്നു പ്രാപുന്ന പോലെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കാരണം യേശു യഥാർത്ഥ ദൈവമാണ്. അവിടെ മാതൃക നമുക്ക് സ്നാനം കാണിക്കുവാനിടയായി. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാൻ യേശു മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ ഒരു പാവിയല്ല. അപ്പോൾ അവിടെ സ്നാനപ്പെട്ട് കരകയറുമ്പോൾ അവിടെ ദൈവം അംഗീകരിക്കുകയാണ്. നമ്മളും സ്നാനപ്പെട്ട് കരകയറുമ്പോൾ ദൈവം അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ. ഇങ്ങനെ അപ്പോൾ ചോദിച്ചു, അത് യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ സ്നാനം കൊടുത്തു. അവിടെ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, ഹലോ സഹോദരന്മാരെ, ഞാൻ ഈ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു. എൻ്റെ പിന്നാലെ വരുന്നവനോ അവൻ എന്നിലും വലിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറവുക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യസഭ വെളിപ്പെടുന്നത് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ വെളിപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. നമ്മളെല്ലാം ദൈവം രക്ഷിച്ചത് സാധാരണ ലെവലല്ല, ഒരു അസാധാരണമായി ഈ ജീവനിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. അതിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവിടെ പ്രസംഗിച്ചതിനെ കുറിച്ച് അവിടെ വ്യക്തമാക്കി കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? ആ 12 പേരും യാശുവ മിശിഹ നാമത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്തു? സ്നാനപ്പെടുവാൻ തയ്യാറായി. Praise the Lord. ഹല്ലേലൂയ. പൗലോസ് അവരുടെ മേൽ കരം വച്ചപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ 12 പേര് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കാം, യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുത്ത യേശു പിന്നെ രണ്ടാമത് സ്നാനപ്പെട്ടില്ല. ശിഷ്യന്മാർ രണ്ടാമത് സ്നാനപ്പെട്ടതായിട്ട് പറയുന്നില്ല. ഹല്ലേലൂയ. അപ്പൊല്ലോസ് സത്യമാർഗം അറിഞ്ഞവനും യോഹന്നാന്റെ സ്നാനം മാത്രം അറിഞ്ഞ ആളാ. അവൻ രണ്ടാമത് സ്നാനപ്പെട്ടതായി പറയുന്നില്ല. പക്ഷേ അവൻ സത്യത്തെ അറിഞ്ഞ് അവൻ യഥാർത്ഥമായി സത്യമാർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ അഖിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടവരെ അവനെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടെ അത് ക്ലിയറാക്കി കൊടുക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിൽ പോലെ ആ ശക്തമായ പ്രവർത്തനം ഈ ഇന്ത്യയിലും നമ്മളിൽ കൂടെ ഒരു കൂട്ടം ജനം രക്ഷയിലേക്ക് വരുവാൻ കാരണമായി മാറട്ടെ. ആ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ഒരു പ്രവർത്തനം നമ്മളെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. അങ്ങനെ 12 പേരെ വച്ച് എന്ത് ചെയ്തു? അവിടെ പ്രവർത്തനം, മിനിസ്ട്രി ആര് തുടങ്ങി? പൗലോസ് തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. 8 തൊട്ട് വായിക്കാം. പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ച് സമ്പാദിക്കുകയും സമ്മതിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. യേശുവാണ് ദൈവമെന്നും യേശുവിൽ കൂടെയാണ് ദൈവരാജ്യം ലഭിക്കുന്നതെന്നും യേശു ഒരു മനുഷ്യനിൽ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ രാജ്യം സ്റ്റാർട്ടാവുന്നു എന്നും വ്യക്തമായി പഠിപ്പിക്കുവാനിടയായി. വ്യക്തമായി, ഒരു സാധാരണ അല്ല. ദൈവം എവിടെ വസിക്കുന്നുവോ അവിടെയാണ് ദൈവരാജ്യം. ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ദൈവരാജ്യം നമ്മളില്ല. നമ്മളാ ദൈവരാജ്യം, ദൈവത്തിൻ്റെ രാജ്യം നമ്മളാണെന്ന് ഒരു വിശ്വാസം അവിടെ പഠിപ്പിക്കുവാനിടയായി. വീണ്ടും ജനനം പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവം വരുന്ന ഒരു മനുഷ്യൻ, ദൈവം വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണ് ദൈവരാജ്യം സ്റ്റാർട്ടാവുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ദൈവശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വാക്കും എൻ്റെ പ്രസംഗവും വശീകരണ വാക്കുകളാലല്ല, പിന്നെയോ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം ചെയ്യുവാൻ പൗലോസ് തയ്യാറായി. ഹല്ലേലൂയ. അവൻ അതിനെക്കുറിച്ചൊരു ആഴമായ കാര്യം അവൻ അത് വ്യക്തമായി പഠിക്കുവാനിടയായി. ഹല്ലേലൂയ. ഒരു സാധാരണ ശുശ്രൂഷയല്ല പൗലോസിൽ കൂടെ അത് വെളിപ്പെടുവാനിടയായത്. അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് അത് സമ്പാദിക്കുകയും സമ്മതിപ്പിക്കുകയും ചെയ്തു പോകും. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ അവൻ്റെ കരത്തിൽ കിട്ടിയാൽ അവന് യേശുവിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുവാൻ അവൻ തയ്യാറാണ്. ഹല്ലേലൂയ. അത് വ്യക്തതയോടെ അത് കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തി ആ കർത്താവ് അവൻ്റെ ഉള്ളിലാക്കി കൊടുക്കുവാൻ പൗലോസ് അത് തയ്യാറാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 2 മാസത്തോളം എന്ത് ചെയ്തു? അങ്ങനെ 3 മാസവും 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നു പറഞ്ഞാൽ അധികാരം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ.
ഇങ്ങനെ തന്നെ എന്ന് പറയുവാനുള്ള ആ ചങ്കൂറ്റമാണ് ദൈവം ആ പൗലോസിന് കൊടുത്തത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവശക്തി ഉണ്ടല്ലോ, ആ ചങ്കൂറ്റത്തെ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞു, ആ ഒരു തീഷ്ണത, ദൈവത്തിൻ്റെ ആ ശക്തി നമ്മളിലുള്ളതുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. വയ്യെങ്കിലും എന്ത് ചെയ്യും? സംസാരിച്ച് പോകും. വേണ്ടെന്ന് വെച്ചാലും സംസാരിച്ച് പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അടക്കുവാൻ കഴിയുന്നതല്ല ദൈവശക്തിയെ. ആ ഒരു മനുഷ്യനെ, നമുക്കറിയാം ക്രിക്കറ്റിൽ ഏറ്റവും ഇപ്പം ഫേമസ് ആയിരിക്കുന്ന ആ സഹോദരി, ഹല്ലേലൂയ, പക്ഷെ ദൈവം മാനിച്ചതാണ്. ദൈവം നിന്ദിക്കുന്നവരുടെ മധ്യേ മാനിക്കുന്ന ദൈവം ഉണ്ട് എന്ന് വെളിപ്പെടുത്തി കർത്താവിന് നന്ദി പറഞ്ഞത് എല്ലാം ക്രിസ്ത്യാനികൾക്ക് അതൊരു ഉണർവ് ആവത്തക്ക രീതി ദൈവം ചെയ്തു. കാരണം അതാ ദൈവം. അവർക്ക് വേറെ ആരോടും പറയേയില്ല. ആശ്രയം യേശുവിനോട് മാത്രമായതുകൊണ്ടാണ് അവിടെ ഒരു വിജയം ലഭിച്ചത്. നമ്മളാണെങ്കിൽ പലരോടെയും പറയും. അത് നമ്മൾ പറയും, അത് മനുഷ്യരാണ്. പക്ഷേ ആരോടും പറയാതെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അത് ദൈവം മറ്റുള്ളവരുടെ മുന്നിൽ മാനിക്കത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഇവിടെ 3 മാസം പ്രസംഗിക്കുവാനിടയായി. പലരും കേട്ടു. വന്ന് കേട്ട് ഇഷ്ടപ്പെടാത്തവരെന്ത് ചെയ്തു? അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവര് അവിടുത്തെ ജനത്തെ ഇളക്കുവാനിടയായി, ദുഷിക്കുവാൻ ഇടയായി. ഇത് ദുരുപദേശമാണ്, ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ആരെല്ലാം ഇതിന് വിരോധമാവുന്നു അവരെന്ത് ചെയ്യുന്നില്ല? അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. 2, അവർ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നവരാരും കുറ്റം പറയത്തില്ല. പക്ഷേ അവിടെ വ്യക്തമായി അവിടെ പഠിപ്പിച്ചപ്പോൾ അവിടെ വലിയ പ്രോബ്ലം ഉണ്ടായി. അവരെന്ത് ചെയ്തു? ശിഷ്യന്മാരെ വേർതിരിച്ചു, വേറെ ഒരു സ്ഥലത്ത് പോയി ആരാധന തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ 2 സംവത്സരം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം എന്താണ്? വചനം പറയുന്നു, ദൈവരാജ്യം കാണുന്നതല്ല, കാണാത്തതാണ്. അത് ആത്മീക രാജ്യമാണ്. ദൈവവചനം പറയുന്നു, യേശു കർത്താവ് തന്നെ പറയുന്നത്, സുവിശേഷത്തിൽ തന്നെ അത് പറയുന്നു. അത് ആത്മീക രാജ്യമാണ്, അത് കാണുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ സകലതുമുണ്ട്. ദൈവരാജ്യം നമ്മളിൽ ഒരു മനുഷ്യനിൽ വെളിപ്പെടുമ്പോൾ ആ ദൈവരാജ്യം എപ്പോൾ വെളിപ്പെടുമോ അപ്പോഴാണ് കർത്താവിൻ്റെ പ്രവൃത്തി ശക്തിയോടെ പ്രവർത്തിക്കുവാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവരെ ഒരു ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എന്തൊക്കെ വിരോധമായി ചെയ്താലും ഒന്നിനും തൊടാൻ പറ്റത്തില്ല. കാരണം ദൈവരാജ്യത്തിനകത്ത് ഒരു ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല എന്ന് ദൈവവചനം ഉറപ്പിച്ചു പറയുകയാണ്. നമ്മൾ എപ്പോഴും ദൈവരാജ്യം വിട്ട് പുറത്ത് ഇറങ്ങുമോ അപ്പോഴാണ് ശത്രു തൊടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം പൗലോസിന്റെ മെയിൻ വിഷയം, എടാ നീ നിന്റെ പാപമോചനത്തിന് സ്നാനപ്പെടണം. എന്നിട്ട് നീ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നീ ദൈവരാജ്യത്തിനകത്താകുന്നു. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീയാണ് ആലയമായി മാറുന്നു. ആലയം ഇരിക്കുന്നിടത്ത് ആലയത്തിനെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ആലയമായ ഒരു മനുഷ്യനെ നശിപ്പിച്ചാൽ അവിടെ ചോദിക്കുവാൻ ആരുണ്ട്? ദൈവമുണ്ട്, ജീവനുള്ള ദൈവമുണ്ട്. അവരെ മുന്നിൽ ആരെയും എന്ത് ചെയ്യത്തില്ല? തല കുനിക്കാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ജീവനുള്ള ആലയമായി നമ്മൾ മാറണം. കർത്താവിനെ ചുമക്കുന്ന ഒരു യേശു കർത്താവ് കയറിയ കഴുതപ്പുറത്താണ്. നോക്കണമേ, ആ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ
എല്ലാവരും ആ കഴുതി അന്ന് വരെ മാനിക്കാത്ത വ്യക്തികള്, അതുവരെ മൈൻഡ് ചെയ്യാത്ത വ്യക്തികള് എന്ത് ചെയ്തു? ആ കഴുത വരുന്ന യേശു കർത്താവ് ഇരിക്കുന്നത് കൊണ്ട് ആ കഴുത വരുന്ന പാതയിൽ തുണി വിരിച്ചു കൊടുത്തു, ചില്ലകൾ വിരിച്ചു കൊടുത്തു. കാരണം അത്രയും മാനിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ ലോകത്ത് ഈ കർത്താവ് വരുന്നത് വരെയും ആ കഴുതയെക്കുറിച്ച് പ്രസംഗിക്കും. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയോ? നമ്മളൊക്കെ വെറും കഴുതയായിരുന്ന നമ്മളെ കർത്താവ് നമ്മളെ എപ്പോൾ നമ്മൾ ചുമക്കുവാൻ തയ്യാറായോ അപ്പോഴെല്ലാം നമ്മളെ മാനിക്കുവാൻ ദൈവം അതിന് മുഖാന്തരം ഒരുക്കി. വല്ലതും മാനിച്ചു നമ്മളെന്തോ ആണെന്ന് വിചാരിച്ചാൽ അവിടെ തീർന്നു. കാരണം ഹല്ലേലൂയ, കർത്താവ് നമ്മളെ ശ്രേഷ്ഠമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. സാധാരണമായിട്ടല്ല, ഒരു അസാധാരണമായിട്ട് ഇരുത്തുവാൻ കഴുതയാകുന്ന നമ്മളിൽ, കഴുതപ്പുറത്ത് അല്ലെങ്കിൽ നമ്മളിൽ യേശുവിനെ ചുമക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഹല്ലേലൂയ, കർത്താവ് നമ്മളെ മാനിക്കുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു പൗലോസ് പലയിടത്തും ഉപദ്രവങ്ങൾ, ഒത്തിരി ഉപദ്രവങ്ങൾ. കാരണം അവൻ വെട്ടിത്തുറന്ന് പറയേണ്ടടത്തെല്ലാം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലായിടത്തൊക്കെ ഓവർ ഇതായിട്ട് പറയും. അതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് മാതൃകയാണ്. നമ്മൾ ചില കാര്യങ്ങൾ അത് ഗവനിക്കാനും ഒന്ന് തിരുത്താനും നമ്മളെ ശുശ്രൂഷയിൽ വിജയിപ്പിക്കാനും ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ കൂടെ നമുക്ക് തരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇവരെ മാറി ഒരിടത്ത് ഇരുന്ന് ശിഷ്യന്മാരെ വേർതിരിച്ച് അവിടെ വചനം പഠിപ്പിക്കുവാനിടയായി. നല്ല വചനം പഠിപ്പിച്ചു. 2 സംവത്സരം 2 വർഷമാണ് എന്ത് ചെയ്തത്? ദൈവരാജ്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുവാനിടയായി. അപ്പോൾ ഇത് ആരോടെ പഠിപ്പിച്ചു? ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ശിഷ്യരാക്കിയിട്ട് അവിടെ പഠിപ്പിച്ചു. ഈ ശിഷ്യന്മാരെന്ത് ചെയ്തു? എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ അടുത്തുള്ളവരോട് പഠിപ്പിക്കും. അവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, പൗലോസായ ആ വ്യക്തി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ പഠിക്കുന്നത് മാത്രമല്ല ആ ദേശത്തുള്ളവരോട് പറയുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നമ്മൾ കേട്ട് പഠിച്ച് ജീവിതത്തിൽ ഒരിക്കലും വളരത്തില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുമോ അപ്പോൾ ജ്ഞാനം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതാ ശിഷ്യൻ. ഗുരു എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യുന്നവരാണ് ഗുരു ശിഷ്യനായി മാറുന്നത്. അങ്ങനെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, അവരെ ക്രിസ്തുവിനെ ധരിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാവണം. അങ്ങനെ ആയിരിക്കണം സഭ വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. വിശ്വാസിയായ ആരെയും അവിടെ ഓൺലൈനിൽ ഇരുന്ന് നമ്മളെ കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവമൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ ഒരുമിച്ച് കൂടി ആ കൂട്ടായ്മ അതിശക്തമായി അത് അനേകരെ ക്രിസ്തുവിലാക്കാനുള്ള ഒരു മാർഗമായി നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ദേവദാസൻ പഠിപ്പിച്ചു, ക്രിസ്തീയ ഒരു മതമല്ല, ഇതൊരു മാർഗമാണ്. നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു മാർഗമാണ്. ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനുള്ള മാർഗമാണ്. മകളെ, നിന്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഇല്ലേ? ആരുമില്ല. ആരുമില്ല. നിന്റെ കൂടെ പഠിച്ചവരാരും ആരുമായിട്ടും ഇല്ല. വെരി ഗുഡ്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം, ജ്ഞാനം, ഇതെല്ലാം ദൈവകാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം. എല്ലാവരെയും ക്രിസ്തുവിലെ നമ്മളെ ചിന്ത വരേണ്ടത്, പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ, കർത്താവിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ
അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതിശക്തമായി ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ജനത്തെ ചേർക്കുവാൻ തക്കവണ്ണം നമ്മൾ അത് തയ്യാറായാൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ നമ്മൾ ചോദിക്കാതെ മക്കൾക്ക് അപ്പൻ എല്ലാ നന്മകളും കൊടുക്കും അല്ലേ? എന്തൊക്കെ ചെയ്യണമെന്ന് ആർക്കറിയാം? അപ്പനറിയാം. മക്കൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം അത് ഒന്നും മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കണ്ട. പക്ഷേ അതുപോലെയാണ്, അതിനേക്കാളും ഉന്നതനാണ് ദൈവം. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു തരുവാൻ സർവശക്തനായ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് കർത്താവിന് വേണ്ടി നമ്മൾ ചോദിച്ചു നോക്ക്. കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലൻ ഭക്ഷണം ചോദിച്ചിട്ടില്ല, ഹല്ലേലൂയ, ഡ്രസ്സൊന്നും ചോദിച്ചിട്ടില്ല. അവൻ ഭൗതികമായ ഒരു കാര്യം ചോദിച്ചില്ല. അവന് ഒരു ചെറിയ ഇടം കിട്ടിയാലും അവൻ കിടന്നുറങ്ങാൻ അവൻ തയ്യാറാണ്. ഹല്ലേലൂയ. അവൻ സ്റ്റാറ്റസ് ഒന്നും നോക്കിയില്ല. അവൻ എന്ത് ജോലി ചെയ്യുവാനും തയ്യാറായി. കാരണം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടതിന് അവൻ അത് ഏറ്റെടുത്തിരിക്കുന്ന ജോലി അവൻ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അവനെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കല്ലെടുത്തെറിഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ് അവർ കളഞ്ഞിട്ട് പോയി. നോക്കണമേ, കുറച്ച് കഴിഞ്ഞ് ശിഷ്യന്മാരെല്ലാം വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അവൻ എണീറ്റിട്ട് വേദനയൊന്നും ഓർത്തില്ല. കാരണം അത്രമാത്രം അവൻ ദൈവത്തോട് അവൻ ചെയ്യുന്ന പ്രവൃത്തിയോട് എന്തുണ്ടായിരുന്നു? ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ലോകത്തിനല്ല, ഞാൻ ഈ ലോകത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. ജോലി തന്നെയും നമ്മൾ ഉഴപ്പും, ഭൗതികമായ ഏത് ജോലിയും നമ്മൾ ഉഴപ്പും. പക്ഷേ ദൈവകാര്യങ്ങൾക്ക് ഒരു ഉഴപ്പും ചെയ്യാത്ത വ്യക്തിയാണ് പൗലോസ്. ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അനേകരെ നേടിയെടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ ആവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറഞ്ഞ കഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറക്കമൊഴിഞ്ഞ് എനിക്ക് നല്ല ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. യാത്രകൾ എത്രയോ കിലോമീറ്ററുകൾ നടന്നാണ് പോകുന്നത്. ഇന്ന് വണ്ടിയുണ്ട്, സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഒരിടത്ത് ഓടിയെത്തണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ഓടിയെത്തും. എല്ലാ സൗകര്യങ്ങളും വന്നപ്പോൾ നമ്മളെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് നിലത്തിറങ്ങണം. ഹല്ലേലൂയ. നമ്മളൊന്ന് നിലത്തിറങ്ങിയിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായി മാറണം. നമ്മളെ ജീവിതത്തിന് വ്യത്യസ്തമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ ദൈവം മാനിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കൊച്ച് ക്രിക്കറ്റിൽ ആ മാച്ചിൽ പാസ്സായപ്പോൾ ആദ്യം നന്ദി പറഞ്ഞത് ലോകത്തിൻ്റെ മുമ്പേ കർത്താവിനോട്. ഹല്ലേലൂയ. അവളുടെ ഉള്ളിലുള്ള ആ നന്ദി അത് അപ്പം പഠിപ്പിച്ചൊന്നുമില്ല, അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ പഠിപ്പിച്ചാലോ മനുഷ്യൻ്റെ അതൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന്, നമ്മളുടെ ഉള്ളിൽ പ്രാർത്ഥന വെളിപ്പെടണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ബൈബിള് വായിക്കുന്നത് ബൈബിള് വായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞല്ല. ഹല്ലേലൂയ. അത് എൻ്റെ കടമയാണ്.
ദൈവവചനം പറയേണ്ടത്, എൻ്റെ സുഹൃത്തുക്കളോട് പറയേണ്ടത് എൻ്റെ കടമയാണ്. നീ പറ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ദൈവവചനം പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം ശമരിയിലും സാക്ഷികളാകും. ഹല്ലേലൂയ. ഭൂലോകമൊക്കെയും സാക്ഷികളാകും. സാക്ഷിയാകും എന്ന് ദൈവവചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് നിങ്ങളിലുണ്ടെങ്കിൽ ആരെക്കൊണ്ടും തടുക്കുവാൻ കഴിയത്തില്ല. ആരെക്കൊണ്ടും നിങ്ങളെ പ്രവൃത്തിയെ തടുക്കുവാൻ കഴിയത്തില്ല. എത്ര തടുത്താലും ഒരു കൂട്ടം ജനം ക്രിസ്തുവിലേക്ക് നേടുവാൻ കഴിയും. ഹല്ലേലൂയ. കാരണം ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ നമ്മളിൽ ഇരിക്കുന്നവർ വലിയവനാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഇരട്ടിയിൽ ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മളിൽ ഇരിക്കുന്നത്. നമ്മൾ ഒരു ഉപകരണമായി മാറണം. അവിടെ പൗലോസ് അവിടെ 2 വർഷം ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനിടയായി. 2 വർഷം സംവത്സരം പഠിപ്പിച്ചപ്പോൾ ആ ശിഷ്യന്മാർ മറ്റുള്ളവരോട് പറഞ്ഞ് ഓരോ ദിവസവും യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേര് ദൈവം തിരഞ്ഞെടുത്തിട്ട് ഇത്രയും ലോകമെമ്പാടുമാക്കിയെങ്കിൽ നമ്മൾ ശിഷ്യന്മാരെ ഉരുവാക്കി എടുത്തു കഴിഞ്ഞാൽ വിശ്വാസികൾ വീട്ടിൽ ഇരിക്കും, അവർ ജോലി ചെയ്യും, അവർ പ്രാർത്ഥന മാത്രം പങ്കെടുക്കും. പക്ഷേ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഒരു ഗുരുവിനെ പോലെ പ്രവർത്തിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിഷ്യത്വം നമ്മൾ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നവരെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ശിഷ്യന്മാരായി മാറണം. ഹല്ലേലൂയ. നമ്മൾ പ്രവർത്തനത്തിന് നമ്മളെ ഹൃദയം വിട്ടുകൊടുക്കണം, നമ്മളെ ചിന്തകൾ വിട്ടുകൊടുക്കണം, നമ്മളെ ആരോഗ്യത്തെ വിട്ടുകൊടുക്കണം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. കാരണം കർത്താവിന് വസിക്കുവാൻ ഓരോ ഹൃദയങ്ങളെ കൊടുക്കണം. ആലയം പണിയുന്ന ഒരു മനുഷ്യനുണ്ടോ? അത് പൗലോസ് ചെയ്തു, കറക്റ്റാ ചെയ്തു. ആലയം ഹല്ലേലൂയ വിശുദ്ധമാക്കി പാപിയായ മനുഷ്യൻ അവൻ്റെ പാപത്തെ മോചിപ്പിച്ചു അവനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്ന് അവൻ വിശുദ്ധനാക്കി ദൈവം മാറ്റിയെങ്കിൽ ഹല്ലേലൂയ ആ പ്രവൃത്തി നമ്മളിൽ കൂടെ ദൈവം ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പൗലോസ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. 2 സംവത്സരമാണ് പഠിപ്പിച്ചത്. ഈ 2 സംവത്സരം പഠിപ്പിച്ചപ്പോൾ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്തു. ഹല്ലേലൂയ. നിന്ദിച്ചവരുണ്ട്, കുറ്റം പറഞ്ഞവരുണ്ട്, അയ്യോ ഇത് പ്രവർത്തനം ശരിയല്ലെന്ന് പറഞ്ഞവരുണ്ട്, ഈ മാർഗത്തിൽ ആർക്ക് നിൽക്കാൻ കഴിയും എന്ന് പറഞ്ഞവരുണ്ട്, കലക്കിയവരുണ്ട്. അതുകൊണ്ട് നിന്ദിച്ചവരെ മുന്നിൽ മാനിക്കത്തക്ക രീതി പൗലോസിനെ ദൈവം ഉയർത്തുവാനിടയായി. എങ്ങനെ ഉയർത്തി? അവനിൽ കൂടെ അവൻ ചെയ്യുന്നതൊക്കെയും ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. പൗലോസ് മുഖാന്തരം ദൈവം അവിടെ അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്തു. എന്താണെന്നറിയോ? ഹല്ലേലൂയ. അവൻ്റെ ശരീരത്തിലിട്ടിരുന്ന റുമാലവും ഉത്തരീയവും എന്ത് ചെയ്തു? രോഗികളുടെ മേൽ കൊണ്ടിടുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ വിട്ടുപോകുകയും ചെയ്തു. ആരെയും തലയിൽ കൈവയ്ക്കാനും പോയില്ല. അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളെ കഴിവൊന്നുമല്ല. നമ്മൾ ചിലയിടത്തൊക്കെ പോകുമ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മളെ മാനിക്കാനാണ്. കാരണം നമ്മളെ നിന്ദിക്കാതിരിക്കുവാൻ ദൈവം നമ്മളെ ഉയർത്തുന്നത്. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? താഴണം. അയ്യോ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നമ്മളെ കഴിവല്ല, നമ്മളെ കർത്താവിൻ്റെ കൃപയാണെന്ന് ചിന്ത നമ്മളെ ഉള്ളിലേക്ക് വെളിപ്പെടണം. ഹല്ലേലൂയ. അവിടെ വളരെ ശക്തമായി അവിടെ പൗലോസിൽ കൂടെ ദൈവം പ്രവർത്തിച്ചു. കാരണം ആദ്യം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. നമ്മൾ നിന്ന് കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിക്കും. ഹല്ലേലൂയ.
ആ ഒരു വചനമാണല്ലോ ആ കൊച്ചും ചിന്തിച്ചത്. അല്ലെങ്കിൽ ആ വചനം പുള്ളി പറഞ്ഞു, നീ ഒന്ന് നിന്ന് എന്നാൽ അത് ഞാൻ ചെയ്തോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ പ്രവർത്തനം അങ്ങനെയാണ്. ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളെ കഴിവുകൊണ്ടല്ല, നമ്മളെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മൾ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, ദൈവം നമ്മളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മളിൽ കൂടെ സ്റ്റാർട്ടാവണം. 9 കൃപാവരത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിൽ എടുത്ത് പ്രയോജനപ്പെടണം. ഇത് കണ്ടപ്പോൾ പൗലോസ് ഭയങ്കരമായ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നത് കണ്ടപ്പോൾ ദേശാന്തരികളായി നടക്കുന്ന വായിക്കാം, തുടർന്ന് വായിക്കുമ്പോൾ ചില ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ അവിടെ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. അങ്ങനെ ചെയ്ത അവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്ക് ഒക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ദൈവത്തെ സേവിക്കുന്നതും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വരുത്തും. നമ്മൾ യഥാർത്ഥമായി കർത്താവിനെ നമ്മൾ ഉയർത്തുവാൻ തയ്യാറായാൽ, കർത്താവിനെ മറ്റുള്ളവരെ ഹൃദയത്തിലേക്ക് വസിക്കുവാൻ ഒരു മനുഷ്യനെ ഒരുക്കിയെടുത്താൽ പിന്നെ നമ്മൾ അവരെ ഉപദേശമൊന്നും വേണ്ട. കർത്താവാണ് വന്നെങ്കിൽ അത് കർത്താവ് നയിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ശിഷ്യരാക്കി എടുക്കുക, നമ്മളെപ്പോലെ മറ്റുള്ളവരെ ക്രിസ്തീയ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് മാത്രം പോരാ, ശിഷ്യത്വം വളർത്തിയെടുക്കുക. ഈ ശിഷ്യന്മാർ പോയാൽ അവിടെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, കർത്താവ് എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കും. കർത്താവ് സാധാരണ മനുഷ്യരെയാണ് അസാധാരണമാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവരെയാണ്. നമുക്കറിയാം, പൗലോസിനെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ ബാലനായിരിക്കുമ്പോൾ അവൻ്റെ ഭവനത്തിൽ നിന്ന് ഏറ്റവും അവഗണിക്കപ്പെട്ടവനായിരുന്നു. നമുക്കറിയാം, ഏതൊരു ഭവനത്തിലും ഏറ്റവും ലാസ്റ്റ് മക്കളായിരിക്കും ചെല്ല മക്കൾ. ഹല്ലേലൂയ. എല്ലാ ഭവനങ്ങളിലും എല്ലാ വീടുകളിലും ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്ന, ലാളിച്ച് കെയർ ചെയ്ത് അത് നയിക്കുന്നത്. പക്ഷേ പൗലോസ് അങ്ങനെയല്ല, ദാവീദ് അങ്ങനെയല്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒറ്റപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അവൻ ഒറ്റപ്പെട്ടു പോയി. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ എല്ലാവരോടും ബന്ധിക്കിരിക്കുവാൻ അവന് അനുവാദമില്ല. അവൻ ആ കൊച്ചു പ്രായത്തിൽ തന്നെ അവൻ്റെ അപ്പൻ്റെ ആടുകൾ ക്രൂര മൃഗങ്ങളുള്ള ആ കാട്ടിലേക്കാണ് യാത്ര ചെയ്തത്. അവനെ വിട്ടു. അവൻ എന്ത് പിടിച്ച് തിന്നാലും കുഴപ്പമില്ല എന്ന് നനച്ചാൽ വിട്ടു. പക്ഷേ അവൻ ദൈവത്തോട്, അവൻ എത്രത്തോളം അവഗണിക്കപ്പെട്ടോ, വീട്ടിൽ നിന്ന്, അവൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, അപ്പനിൽ നിന്ന് അവഗണിക്കപ്പെട്ടോ, അവൻ അത്രത്തോളം ദൈവത്തോട് മുറുകെ പിടിക്കുവാനിടയായി. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ നിങ്ങളെ ജീവിതത്തിൽ? അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ക്രിസ്തുവിലേക്ക് നിങ്ങൾ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. അത് കുറ്റം പറഞ്ഞല്ല പറയേണ്ടത്. കർത്താവേ, അങ്ങില്ലാതെ എനിക്കൊരു ജീവിതമില്ല, അങ്ങ് മാത്രം എനിക്ക്. അങ്ങനെ ഉള്ളവരെയാണ് ദൈവം അവരെ മറ്റുള്ളവരെ മുന്നിൽ
അവരെ മാനിക്കുന്നത്. പക്ഷെ ആ രാജ്യത്തിലെ രാജാവാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് അവൻ്റെ യോഗ്യതകൾ ഉണ്ടെന്നുമല്ല, അവൻ്റെ മനസ്സ് കർത്താവിന് പൂർണ്ണമായി കൊടുത്തു. നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ലൈവായിരിക്കുന്നവരെ, നിങ്ങളെല്ലാം കർത്താവിന് വേണ്ടി പൂർണ്ണമായി മനസ്സ് കൊടുത്താൽ കർത്താവ് നിങ്ങളെ ധന്യമായി മാനിക്കുവാനിടയാകും. എല്ലാവരെയും ഈ കൃപയിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അത് ഹല്ലേലൂയ എല്ലാവർക്കും പ്രയോജനമായി മാറട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നിങ്ങൾ എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടു, എവിടെയെല്ലാം പരാജയപ്പെട്ടു, അവിടെയെല്ലാം ക്രിസ്തുവിനെ നിങ്ങൾ ഉള്ളിൽ ഏറ്റെടുത്ത്, കർത്താവേ, അങ്ങല്ലാതെ എനിക്ക് ഉയർച്ചയില്ല, അങ്ങല്ലാതെ എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഞാൻ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു എന്ന് ആർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. മനുഷ്യർ കേൾക്കണ്ട. നിന്റെ ഉള്ളിലോ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ കൂടെ പ്രവർത്തിക്കണമെങ്കിൽ നീ ഒന്ന് ഏൽപ്പിച്ചുകൊട. നിന്റെ വായ് വിസ്താരത്തിൽ തുറ. ഹല്ലേലൂയ. നീ മറ്റുള്ളവരെ മുന്നിൽ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരെ മുന്നിൽ പറ. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്, അവനല്ലാതെ വേറൊരു ദൈവമില്ല, അവനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ആ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്, വിടുവിക്കേണ്ടതിന്, അനേകരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തേണ്ടതിന് നീ ഏൽപ്പിച്ചു കൊട്. ഹല്ലേലൂയ. നിന്റെ ജീവിതം മാറും. ഹല്ലേലൂയ. അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവരാജ്യത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ നീ ഏൽപ്പിച്ചു കൊട്. ഹല്ലേലൂയ. ലൈവ് കേൾക്കുന്നവരെ, ഹല്ലേലൂയ, ഓൺലൈനിലായിരിക്കുന്നവരെ, നിങ്ങളോട് പറയുന്നു, നിങ്ങളിന്ന് സമർപ്പിച്ചുകൊണ്ട് എവിടെ പരാജയപ്പെട്ടോ അവിടെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചുകൂടാ. ആ മേഖല യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറേണ്ടതിന് ഒന്ന് ഏൽപ്പിച്ചുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.